ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് 2022 നടന്ന SSLC മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിലറിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു 2 മാർക്കിനുള്ള ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 84 ആണ് എന്നും ശ്രേണിയുടെ 4-ാം പദം കണ്ടുപിടിക്കണം എന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങൾ, അതായത് പദങ്ങളുടെ എണ്ണമാണ് 7. ശരിയല്ലേ? ആദ്യത്തെ 7 പദങ്ങൾ എന്ന് പറയുമ്പോൾ പദങ്ങളുടെ എണ്ണമാണ്. അതേപോലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ S7 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, S7 എന്ന് വെച്ചാൽ അർത്ഥം 7 പദങ്ങളുടെ തുക, അതിനെ സൂചിപ്പിക്കുന്നതാണ് S7. അപ്പോൾ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് കൊണ്ട് S7 എന്ന് എഴുതി. ഇനി അഥവാ 5 പദങ്ങളുടെ തുക എന്നായിരുന്നുവെങ്കിൽ നമ്മൾ എന്തോ എഴുതും? S5 എന്ന് എഴുതും, അല്ലേ? 12 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? S12 എന്ന് എഴുതണം. പിടികിട്ടിയോ? അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇവിടെ 7 പദങ്ങളെന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്തോന്ന് എഴുതി? S7 എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കേണ്ടത്, അപ്പോൾ 7 പദങ്ങളുടെ തുക നമുക്ക് തന്നു. എത്രയാണ്? 84 എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 84 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞ 4-ാം പദം, അതായത് x4 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1-ാം പദം എന്ന് പറഞ്ഞാൽ x1, 2-ാം പദം എന്ന് പറഞ്ഞാൽ x2, 3-ാം പദം എന്ന് പറഞ്ഞാൽ x3 എന്ന് പറയുന്ന പോലെ 4-ാം പദമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പദങ്ങളുടെ എണ്ണം അഥവാ n = 7, 7 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ S7 = 84 ഒക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 4-ാം പദം, 4-ാം പദം എന്ന് സൂചിപ്പിക്കുന്നത് x4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ, അഥവാ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? മിഡിൽ ടേം, അതായത് മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. പദങ്ങളുടെ എണ്ണം, അതായത് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അതിൽ ഞാൻ ചുരുക്കി എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. പദങ്ങളുടെ തുക എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ m എന്ന് ഉദ്ദേശിക്കുന്നത് മധ്യപദം അഥവാ നടുക്ക് കിടക്കുന്ന പദം, ആ ശ്രേണിയിലെ നടുക്കടുത്തുള്ള പദം. അതേ ഇൻറ്റു പദങ്ങളുടെ എണ്ണം അഥവാ n. ഓക്കെ, അതാണ് കൊടുത്തേക്കുന്നത്. ഇനി അത് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറിയാൽ S7 = മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ഈ 7 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ n ആക്കാം. ഇത് കോമൺ ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഇക്വേഷനാണിത്. ഇതിൻ്റെ അർത്ഥം പദങ്ങളുടെ തുക ഇൻറ്റു മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. അതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ മിഡിൽ ടേം ആണല്ലോ അറിയാത്തത്, അല്ലേ? അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ എത്ര പദങ്ങളുണ്ടെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? 7 പദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം 7 പദങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നടുക്ക് കിടക്കുന്ന പദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. കാരണം 7 എന്ന് പറയുന്നത് ഒരു ഒറ്റസംഖ്യ ആയതുകൊണ്ടാണ് കേട്ടോ. 7 എന്ന് പറയുന്നത് ഒരു ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ 1 കൂട്ടി പകുതി എടുക്കണം. പിടികിട്ടിയോ? ഈ 7 എന്ന് പറയുന്നത്, അതായത് പദങ്ങളുടെ എണ്ണം 7 എന്നാണ് തന്നിരിക്കുന്നത്. ആ 7 ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യ ആയതുകൊണ്ട് 7ൻ്റെ കൂടെ 1 കൂട്ടുന്നു. 1 കൂട്ടുമ്പോൾ അതെത്ര ആകും? 8 ആകും, അല്ലേ? എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുന്നു. 8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര ആയി? 4 ആയി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ x4 4-ാം പദം തന്നെയാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ നടുക്ക് കിടക്കുന്നത്. ക്ലിയർ ആണോ? അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കാം. x1, x2, x3, x4, x5, x6, x7. കണ്ടോ? ആദ്യത്തെ 7 പദങ്ങളായി, അല്ലേ? ഇതിൽ നടുക്ക് കിടക്കുന്ന ഏതാണെന്ന് നോക്കി. x4 അല്ലേ? കണ്ടോ? x4ന് തൊട്ട് മുമ്പായിട്ട് 3 പദങ്ങളുണ്ട്, x4ന് ശേഷവും 3 പദങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
ആ പദങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടെ 1 കൂട്ടി പകുതി എടുത്താൽ നടുക്ക് കിടക്കുന്ന പദം കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് x4 ആണെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് നേരെ ഇത് ഇക്വേഷനിലേക്ക് വരാം. ആദ്യത്തെ 7 പദങ്ങൾ S7 = മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആരാണ്? x4 തന്നെയാണ് മിഡിൽ ടേം. ഇൻറ്റു പദങ്ങളുടെ എണ്ണം 7 തന്നെ. S7 എന്ന് പറഞ്ഞാൽ 84 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 84 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അതേപോലെ എഴുതുക. x4 × 7. ഇനി നമുക്ക് വെട്ടാൻ പറ്റും. സമത്തിന് ഇപ്പുറത്ത് കിടക്കുന്ന 7ഉം സമത്തിന് അപ്പുറത്ത് കിടക്കുന്ന 84ഉം തമ്മിൽ വെട്ടാം. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ. ഇനി വെട്ടാൻ അറിയാത്തവരാണെങ്കിൽ ഈ 84നെ അതായത് ഈ സൈഡിൽ കിടക്കുന്ന 84നെ അപ്പുറത്ത് ഗുണിച്ചേക്കുന്ന 7 കൊണ്ട്, കേട്ടോ, അപ്പുറത്ത് ഗുണിക്കണേ, ഗുണിച്ചേക്കുന്ന 7 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണോ? അതെങ്ങനെ ഹരിക്കുന്നേ? 84/7 അല്ലേ? ഒരു 7 ബാക്കി 14. 7 × 2 14. കണ്ടോ? ഇങ്ങനെ കിട്ടും. ഇനി നിങ്ങൾ വെട്ടാനും പഠിക്കണം. ഇങ്ങനെ എപ്പോഴും ഹരിക്കാനായിട്ടിരിക്കരുത്. ഒരു 7ഉം ബാക്കി ഒന്നുണ്ട്, ഇവിടെ 14 വരും. 7 × 2 14 എന്ന രീതിയിലൊക്കെ ഹരിക്കാൻ പഠിക്കണം. എങ്കിലേ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ രീതിയിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ രീതിയിലേക്ക് മാറണം, കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം 7 × 12 84 എന്ന് കിട്ടും. നമുക്ക് 4-ാം പദം എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 സ്റ്റെപ്പിൽ നമുക്ക് കാര്യം തീർക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മനസ്സിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കേട്ടോ. നടുക്ക് കിടക്കുന്ന പദം എങ്ങനെ കണ്ടുപിടിക്കുമെന്നും പദങ്ങളുടെ തുകയെയും പദങ്ങളുടെ എണ്ണത്തിനെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 2 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ലിങ്ക്. അതിൽ കയറുക. നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞും ചോദിച്ചുമൊക്കെ ചെയ്യാം. ഹോംവർക്കുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കൂടാതെ ഒത്തിരി നിരവധി പരിപാടികളൊക്കെ ഗ്രൂപ്പുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം പുതുതായിട്ട് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കൂട്ടുകാർ എത്രയും വേഗം നമുക്ക് പ്രാക്ടീസിൽ കയറുക, ഗ്രൂപ്പിൽ കയറുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.